ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇപ്പൊ സാറിനെയൊക്കെ ഇവിടെ കിട്ടിയതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഇപ്പൊ സാർ കാതോട് കാതോരം അവിടെ മുതലേ നമുക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അനിയത്തിപ്രാവ്, ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ പ്രണയകാലത്തിൽ ആ ഒരു വേനൽപ്പുഴയിൽ എന്ന് പറഞ്ഞ ആ ഒരു സോങ്, അതുപോലെ അയാളും ഞാനും തമ്മിൽ ആ ഒരു മൂവിയിലെ അഴലിന്റെ ആഴങ്ങളിൽ ആ ഒരു സോങ്. അപ്പൊ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ വരെയും സാർ ഇപ്പൊ ചെയ്ത് എല്ലാ കൈൻഡ് ഓഫ് ജനറേഷൻസിന്റെ കൂടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്താണ് ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? എന്നും ന്യൂജൻ ആയിരുന്നു. അതായത് അന്ന് കാലത്ത് അന്നത്തെ ന്യൂജൻ, ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തി അമ്മയൊക്കെ അന്നത്തെ ന്യൂജനായിരുന്നു, ഭയങ്കര ന്യൂജൻ. അത് പിന്നെ പഴയതായതാ, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പഴയതാവും. പക്ഷെ ഇപ്പൊ ന്യൂജനായിട്ടിരിക്കുന്നു പറയാം. നമ്മൾ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അത് കാലത്തിനനുസരിച്ച് പോകുന്നതല്ല കേട്ടോ, മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് ചെയ്തത് അല്ലെങ്കിൽ ഇന്നലെ ചെയ്തത് നാളെ ചെയ്യുമ്പോൾ മാറ്റി ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി. അപ്പൊ അതുകൊണ്ടാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഈ ജീൻസും മറ്റേ ഫാഷൻ ഒന്നുമില്ല. എനിക്കിഷ്ടം, എൻ്റെ മനസ്സിനിഷ്ടം പുതിയ പുതിയ മ്യൂസിക്കുകൾ കേൾക്കാനാണ്. അത് ഞാൻ ചെയ്താലും മറ്റൊരാൾ ചെയ്താലും പുതിയത് കേട്ടാൽ എനിക്കിഷ്ടമാണ്. പഴയത് കേൾക്കണമെങ്കിൽ അതുണ്ടല്ലോ ഓൾറെഡി, അത് വീണ്ടും ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനും പേരൊന്നും വേണ്ട. അതാണ് അതിൻ്റെ കാര്യം. അല്ല, ഇപ്പൊ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടാവുമല്ലോ, പാട്ട് മേക്ക് ചെയ്യുന്ന അതിന്റെ ഒരു അന്നുള്ളവര് സാർ എന്ന് വിളിച്ചു വരും, ഇന്നുള്ളവര് ബ്രോ എന്ന് വിളിക്കും. അല്ല, അങ്ങനെയല്ല. അത് അന്നത്തെ കാലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അവരുടെ ആ ഏജ് ഗ്രൂപ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവും, ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവും. അവർക്കൊക്കെ പിന്നെ 70 വയസ്സ് 80 വയസ്സ് 90 വയസ്സ് വരെ ആയിട്ടുള്ളവരുണ്ട്. എനിക്കും ആവുന്നുണ്ട് പ്രായം, ഒപ്പം ഒരു 19 വയസ്സായി എനിക്കിപ്പോൾ. എത്ര 50 കൊല്ലം മുമ്പ് അല്ല, ഞാൻ വേറെ ഞാനെന്ത് പറയും? അല്ല, അണ്ണാച്ചിയെ കണ്ടാ പറയത്തില്ല കേട്ടോ വയസ്സ്, അദ്ദേഹത്തിന്റെ ഒറിജിനൽ വയസ്സ് പറയത്തില്ല ഒരിക്കലും. അങ്ങനെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവര് പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞ അവർക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്ത് ഇന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ശിഷ്യൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ അസിസ്റ്റൻസായിട്ട് വന്ന എൻ്റെ കൂടെ കൂടി അവരൊക്കെ വലിയ നിലയിലേക്ക് എത്തി. അതിലൊരു ശിഷ്യൻ, ആ ശിഷ്യൻ്റെ കൂടെ അപ്പോൾ ആ ഒരു വേവ് ലെങ്ത്തിലാണ് വർക്ക് ചെയ്തിരുന്നത് ആ സമയത്ത് കാലഘട്ടത്തിൽ. അത് കുറേ കഴിഞ്ഞ് ആ ശിഷ്യൻ കല്യാണം കഴിച്ച് മക്കളുണ്ടായി. അതിലൊരു മകന് 10, 16, 17 വയസ്സായപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ ഗ്രാൻഡ് പാരൻസ്. ഇപ്പോൾ ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഈ പയ്യനെ വിളിച്ചു കൊടുന്നു. അവൻ എൻ്റെ അസിസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ ഓരോ ട്യൂൺ പാടുമ്പോൾ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ അവനത് മനസ്സിലാവുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് ഐ ആം സോ ഹാപ്പി. കാരണം അതാണ് ആ ട്രെൻഡ് മാറുന്നത്. അങ്ങനെയാണ് ഞാൻ. അല്ലാണ്ട് എനിക്ക് അറിഞ്ഞത് ഞാൻ മാത്രം ചെയ്യും, 4 ചുവരിൻ്റെ ഉള്ളിൽ കൊട്ടി അടച്ചിട്ട് ഇത് നിങ്ങൾ കേട്ടോളണം എന്ന് പറയുന്ന ഒരു നിർബന്ധവും ഇല്ല. ആരും കേൾക്കത്തുമില്ല.